back. അപ്പോൾ guys എല്ലാവരും സേഫ് ആയിരിക്കും വിശ്വസിക്കുന്നു, ഹാപ്പി ആയിരിക്കും വിശ്വസിക്കുന്നു. ഹാപ്പി ആയിരിക്കുക, ഫുൾ ഫൺ എന്റർടൈൻമെന്റ്. അപ്പോൾ guys ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈം അത് ട്രൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയൊക്കെ ആവും, എന്താവും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല guys. അവസാനം കോളായി പോയാലും നല്ല ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാം. ഓക്കെ, വേറെ നല്ല ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ ഓംലെറ്റ്. അപ്പോൾ എൻ്റെ രീതിയിൽ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് എൻ്റെതായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാം. സംഭവം എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് ടൈം ആയത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാ നമ്മളിവിടെ തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ സവാള അരിഞ്ഞതും അതുപോലെ ക്യാപ്സിക്കം, തക്കാളി എന്നിവയൊക്കെ അരിഞ്ഞത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുപ്പിൽ ചീനച്ചട്ടി വെക്കുക, കുറച്ച് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഒഴിക്കുക, കുക്കിംഗ് ഓയിൽ തന്നെ ഒഴിക്കുക. പിന്നെ ചൂടായതിനു ശേഷം നമ്മൾ സവാള ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചത് അതിലേക്ക് നമ്മൾ ഇടുക. പിന്നെ അതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം അടുത്തതായി നമ്മൾ അതിലേക്ക് ഇടേണ്ടതാണ്. അത് പിന്നെ ഇങ്ങനെ നമ്മൾ കലബല നമ്മളത് വരട്ടി കൊടുക്കണം. അതിനുശേഷം നമ്മൾ തക്കാളി, നമ്മൾ ചുവന്നിരിക്കുന്ന നമ്മൾ തക്കാളി നമ്മളിങ്ങനെ ഇട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ വറ്റല മുളക് നമ്മൾ ക്രഷ് ചെയ്തത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ബാക്കി വെച്ചിടണം കേട്ടോ, നമുക്ക് ആവശ്യം വരും. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക, ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ബ്രെഡ് നമ്മൾ മുറിച്ച് ഈ ഒരു ഷേപ്പിലൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു 4 മുട്ട മിക്സിയിലിട്ട് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമുക്ക് കുരുമുളക് പൊടി, പെപ്പർ അതും ആഡ് ചെയ്ത് നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയും വേണ്ട നമുക്ക് ചില്ലി സോസും അതുപോലെ ടൊമാറ്റോ സോസും, ഇത് രണ്ടുമാണ്. പിസ്സ സോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഇതിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചില്ലി സോസും ടൊമാറ്റോ സോസും എടുത്താണ് ഞാൻ മിക്സ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിലേക്ക് തന്നെ മുമ്പ് ഉള്ള മുളക് ക്രഷ് ചെയ്തത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് എന്നിട്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുക്കുക. പാനിലേക്ക് നമ്മൾ ബ്രെഡ് എല്ലാം കൂടെ ആ പാനിൽ ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ അതിൽ വെച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ മുട്ടയിൽ നമ്മൾ ആ ബ്രെഡ് മുക്കി അങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ആ പാനിലേക്ക് വെച്ച് കൊടുക്കണം, അതേ ഷേപ്പിൽ. ഓക്കെ, അങ്ങനെ ഓരോന്നായി ഇങ്ങനെ എടുക്കുക, അങ്ങോട്ട് വെക്കുക, ശേഷം അടുത്തതെടുക്കുക, അടുത്തതും വയ്ക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാം അതുപോലെ ആക്കി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് ബാക്കിയുള്ള ബ്രെഡൊക്കെ നമുക്ക് സൈഡിലെല്ലാം വെച്ച് ബാക്കിയുള്ള മുട്ടയും അതിലേക്ക് ഫില്ല് ചെയ്യുക. ഓക്കെ, ഗ്യാപ്പിലേക്കൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം കുറച്ച് നല്ലതായിരിക്കും. എല്ലാം ക്ഷമിക്കണം, ഇത് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റില്ല. തിരിച്ചിട്ടിട്ട് അതിൻ്റെ ഫുൾ ബോർഡറിൽ ബാക്കിയുള്ള ബ്രെഡ് നമ്മൾ വെച്ച് ഒന്ന് സെറ്റാക്കണം. ഓക്കെ, അത് ഞാൻ ബാക്കി വെച്ചാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് തിരിച്ചിട്ടൊന്ന് ചൂടാക്കണം. അത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് തിരിച്ചിടണം. ഓക്കെ, യെസ്, സെറ്റ്. അപ്പം തിരിച്ചിട്ടിട്ട് ഇവിടെയാണ് നമ്മൾ കലാപരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഞാൻ വിചാരിച്ച അതുപോലെ അങ്ങോട്ട് റൗണ്ട് ആയില്ലെന്നുണ്ടെങ്കിലും സെറ്റായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവസാനം നമുക്ക് നോക്കാം. പിന്നെ ഈ സോസ് എല്ലാം കൂടെ നമ്മൾ വെച്ചിട്ടുള്ള സോസ് നമ്മൾ ഇതിലേക്കൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ തടവി ഫുള്ളും എല്ലായിടത്തും ചെല്ലുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം വെച്ച വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി, ക്യാപ്സിക്കം, പിന്നെ നമ്മൾ ആദ്യത്തെ മുളക് ക്രാഷ് ചെയ്ത് അതും വെച്ച് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാ നമ്മൾ റെഡിയായി സെറ്റായിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ചീസ് അലിയുന്നവരെ ഒന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കുക. നമ്മുടെ പിസ്സ ഓംലെറ്റ് റെഡി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് പറയാം. എങ്ങനെയുണ്ട് സംഭവം? പുളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, എന്തായാലും ടേസ്റ്റ് നോക്കണം, എന്നാലും എൻ്റെ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പിസ്സ ഓംലെറ്റ് സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാം ഓക്കെ വന്നിട്ടുണ്ട്. ഡെക്കറേഷൻസ് ഒക്കെ ഒരുമാതിരി കുറച്ച് ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റാത്ത രീതി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതാവും, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ സൂപ്പറാവും കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കുട്ടികൾക്കും അതുപോലെ നിങ്ങൾക്ക് തന്നെ വീട്ടിലൊക്കെ ചെയ്യാം.
ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പിസ്സ. ഇനിയിപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പിസ്സ മേടിക്കാൻ പോകാനും ഒന്നും നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ രീതിക്ക് നമുക്ക് പിസ്സ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. അതല്ലേ ഉള്ളൂ, അതാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം എന്താണ്, എങ്ങനെയാണ്, എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. സംഭവം നല്ലതായിട്ടുണ്ട് കേട്ടോ, നല്ല കിടിലായിട്ടുണ്ട്. നല്ല കിടില വെച്ചാൽ ഞാൻ വിചാരിച്ചതിനെക്കാളും നന്നല്ല. ഞാൻ ഇത്രയും കരുതില്ല കേട്ടോ, ഇത്രയും നന്നാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ നല്ല പൊടിയായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, സംഭവം രക്ഷയില്ല. We'll be right back.